മനം കവർന്ന ഗായകനാണ് ശ്രീ പന്തളം ബാലൻ. 30 വർഷത്തോളമായി ഗാനമേളകളിൽ സജീവമായ അദ്ദേഹം ഇന്ന് 8000-ലധികം വേദികൾ പിന്നിട്ടിരിക്കുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ നന്നായി പാടുമായിരുന്ന അദ്ദേഹത്തിന് സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചത് ശ്രീ പന്തളം സുരേന്ദ്രനായിരുന്നു. എന്നാൽ ശാസ്ത്രീയമായി സംഗീതം അഭ്യസിച്ചു തുടങ്ങിയത് തിരുവനന്തപുരം സംഗീത കോളേജിൽ ചേർന്നതിന് ശേഷം ശ്രീ വെൺമണി സുകുമാരൻ മാഷിന്റെ കീഴിലായിരുന്നു. പിന്നീട് ഗാനമേളകളിൽ സജീവമായതോടെ അദ്ദേഹത്തിന്റെ ശബ്ദം ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെയാണ് ശ്രീ ദേവരാജൻ മാസ്റ്റർ അദ്ദേഹത്തെ തന്റെ ലീഡ് കോറസ് ഗായകനാക്കിയതും തുടർന്ന് സിനിമയിൽ പാടിച്ചതും. 1989 ബക്കർ സംവിധാനം ചെയ്ത സഖാവ് വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന ചിത്രമായിരുന്നു അത്. കൂടാതെ നിരവധി നാടകഗാനങ്ങൾ, ഭക്തിഗാനങ്ങൾ, ഉത്സവ ഗാനങ്ങൾ എന്നിവ പാടി. 20ാമത്തെ വയസ്സിൽ സ്വന്തമായി പന്തളം ബാലൻ നയിക്കുന്ന ഗാനമേള എന്ന ട്രൂപ്പ് ആരംഭിച്ചു. ദേവരാജൻ മാഷിന് ശേഷം ശ്രീ നൂറനാട് കൃഷ്ണൻകുട്ടി, രവീന്ദ്രൻ മാഷ് തുടങ്ങി നിരവധി പ്രശസ്തരായ സംഗീത സംവിധായകർക്കൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചു. ഇപ്പോഴും ഗാനമേളകളിലും വിവിധ കലാപരിപാടികളിലും സജീവമായ അദ്ദേഹത്തിന് ഇനിയും സ്വരമാധുര്യം കൊണ്ട് വേദികൾ കൈയടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അവാർഡ് സ്വീകരിക്കാനായി ശ്രീ പന്തളം ബാലനെയും അവാർഡ് നൽകുന്നതിനായി ശ്രീ രമേശ് പിഷാരടിയെയും ക്ഷണിച്ചുകൊള്ളുന്നു. രൂപയും പൊന്നാടയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. നല്ലൊരു കൈയടി നൽകുക. അതുല്യനായ കലാകാരനെ ലഭിച്ചതിൽ നമുക്ക് ഏറെ സന്തോഷിക്കാം, അഭിമാനിക്കാം. ശ്രീ പന്തളം ബാലൻ. അടുത്തതായി അനുസ്മരണ പ്രഭാഷണത്തിന് ശ്രീ രാജീവ് ആലുങ്കലെ ക്ഷണിക്കുന്നു. അതിനു മുമ്പായി അദ്ദേഹത്തെക്കുറിച്ച് പ്രശസ്ത കവിയും 130-ൽ ഏറെ ചലച്ചിത്ര ഗാനങ്ങളുടെ ഗാനരചയിതാവുമായ ശ്രീ രാജീവ് ആലുങ്കൽ നിലവിൽ കേന്ദ്ര ഫിലിം സെൻസർ ബോർഡ് അംഗമാണ്. കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള പല്ലനകുമാരനാശൻ സ്മാരകത്തിന്റെ ചെയർമാനായിരുന്നു. 2002-ൽ ഹരിഹരൻ പിള്ള ഹാപ്പയാണ് എന്ന മോഹൻലാൽ ചിത്രം മുതൽ വെട്ടം, കനകസിംഹാസനം, അറബിയും ഒട്ടകവും, മല്ലു സിംഗ്, റോമൻസ്, ചട്ടക്കാരി, നാടോടി മന്നൻ, സൗണ്ട് തോമ, ഹാപ്പി വെഡിങ്, കുട്ടനാടൻ മാർപ്പാപ്പ എന്നീ ശ്രദ്ധേയമായ ചിത്രങ്ങളിലെ ഹിറ്റ് ഗാനങ്ങളുടെ രചയിതാവ് കൂടിയാണ് അദ്ദേഹം. ലോകമലയാളം നെഞ്ചിലേറ്റിയ സാമവേദം നെഞ്ചിലുണർത്തിയ സ്വാമിയെ എന്ന ഭക്തിഗാനവും ഇഷ്ടമാണെന്നാദ്യം ചൊല്ലിയതാര് എന്ന ആൽബം സോങ്ങും സിനിമയ്ക്കപ്പുറത്തെ ഹിറ്റുകളാണ്. ശ്രീ കലാഭവൻ മണി അഭിനയിച്ച രക്ഷകൻ, ഇന്ദ്രജിത്ത് എന്നീ ചിത്രങ്ങളിലും പൊന്നമ്പലമണി എന്ന ആൽബത്തിലും അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. ഗാനരചനാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് 2012-ൽ കേരള സംഗീത നാടക അക്കാദമി അവാർഡും ഗാനരചനയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡും ഫിലിം ക്രിട്ടിക് അവാർഡ് 3 തവണയും വയലാർ രാമവർമ്മ അവാർഡും അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങളാണ് നേടിക്കൊടുത്തത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അനുസ്മരണ പ്രഭാഷണത്തിനായി. വേദിയിലെ പ്രിയപ്പെട്ട പിഷാരടി, ഏറ്റവും പ്രിയപ്പെട്ട മാനേജർ പ്രമോദ്, രാമകൃഷ്ണൻ, രാജീവ് സുരേഷ് ഉൾപ്പെടെ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ മാനേജറിനോട് പറയുകയായിരുന്നു, ഈ കേരളത്തിൽ ഇത്രയേറെ സുഹൃതം ലഭിച്ച, മരണാനന്തരം പോലും ഇത്രയേറെ സുഹൃതം ലഭിച്ച മറ്റൊരു കലാകാരനില്ല കലാഭവൻ മണി. ഞാൻ ചേർത്തലയിൽ നിന്ന് സഞ്ചരിച്ച് ഇവിടെ വരുന്നതിനിടയ്ക്ക് ഒരു 20 ഓട്ടോ സ്റ്റാൻഡുകളിൽ അയ്യപ്പനെ പൂജിക്കുന്നത് പോലെ ഇന്ന് പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീ കലാഭവൻ മണി. അപൂർവമായ ഒരു രംഗമാണ് കാണാൻ കഴിയുന്നത്. മരണാനന്തരം ഒരാളിങ്ങനെ ആഘോഷിക്കപ്പെടുകയും ആചരിക്കപ്പെടുകയും അനുഭവിക്കുകയും ചെയ്യുക എന്നത് വല്ലാത്ത സുഹൃതപരമായ കാര്യമാണ്. ബഹുമാനപ്പെട്ട പിഷാരടി പറഞ്ഞതുപോലെ തന്നെ 90കളുടെ അവസാനമാണ് ഞാൻ കലാഭവൻ മണിയുമായി പരിചയപ്പെടുന്നത്. അയ്യപ്പഗാനം എന്ന് പറയുന്ന ഒരു
കാലത്ത് 4 പേരുടെ അയ്യപ്പഗാനം എഴുതിയാൽ മാത്രമേ അന്ന് ഒരു ഗാനരചയിതാവെന്ന രീതിയിൽ ശ്രദ്ധിക്കപ്പെടുമായിരുന്നു. യേശുദാസിൻ്റെ പാട്ട് എഴുതാൻ ഭാഗ്യം കിട്ടാത്തവർക്കൊക്കെ അന്ന് ശ്രീ ഉണ്ണിമേനോൻ്റെ അയ്യപ്പൻ എഴുതണം എന്നുള്ളതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ സംഭവം. പിന്നെ കലാഭവൻമണിയുടെ ഇവിടെ വീട്ടിൽ വന്ന് ഞാൻ അദ്ദേഹവുമായി സഹകരിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ വളരെ സ്നേഹത്തോടെ അദ്ദേഹം എന്നെ കൂടെ കൂട്ടുകയും അദ്ദേഹത്തിൻ്റെ പൊന്നമ്പലമണി എന്ന ആൽബത്തിൽ സഹകരിപ്പിക്കുകയും ചെയ്തത് ഞാനിപ്പോൾ നന്ദിയോടെ ഓർക്കുകയാണ്. വളരെ സഹാനുഭൂതിയോടെ എല്ലാവരോടും പെരുമാറുകയും സ്നേഹത്തോടെ ഇടപെടുകയും ചെയ്യുന്ന ഒരാളാണ്. ഒരുപക്ഷെ ആ സ്നേഹമാണ് ഇവിടെ കൂടിയിരിക്കുന്നവർ എല്ലാവരും മണിയുടെ പ്രതിരൂപങ്ങളാണ്. ജീവിതത്തിൽ സ്വപ്നം കാണാൻ പോലും ഭാഗ്യമില്ലാതെ ചെറിയ വീട്ടിൽ പാവപ്പെട്ട അച്ഛൻ്റെയും അമ്മയുടെയും മക്കളായി പിറന്നതുകൊണ്ട് ഒരു മൂലയിൽ മാറിയിരുന്നോളാൻ ആരെങ്കിലും പറഞ്ഞാൽ ആ പരിപാടി നടക്കില്ലെന്ന് നമ്മൾ ധൈര്യപൂർവ്വം നമ്മളുടെ മനസ്സിനോട് പറയാൻ തുടങ്ങിയത് മണിയുടെ ജൈത്രയാത്ര ആരംഭിച്ചതിന് ശേഷമാണ്. നമുക്ക് മാത്രം ഒരു മൂലയിൽ ഇങ്ങനെ ഇരുന്നാൽ മതി നമ്മൾ എന്ന്. ഈ കഴിഞ്ഞ ദിവസം വായിച്ചൊരു നീതിസാരത്തിലെ ഒരു കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്: ഈ മൃഗശാലയിലെ കിളികളുടെ കൂട് ആഹാരം കൊടുക്കുന്നതിനിടയ്ക്ക് തത്തയുടെ കൂടടയ്ക്കാൻ മറന്നുപോയി. മൂങ്ങ പറയുകയാണ്, 2 മണിക്കൂറായിട്ട് നിന്റെ കൂട് തുറന്ന് കിടക്കുകയാണ്, രക്ഷപ്പെട്ടുള്ളത്. അപ്പോൾ തത്ത പറഞ്ഞു, 2-3 മണിക്കൂറായിട്ട് ഞാനും ശ്രദ്ധിക്കുന്നു ഈ കൂട് തുറന്നു കിടക്കുന്ന കാര്യം, പക്ഷേ എനിക്ക് ചിറകുള്ള കാര്യം ഞാൻ മറന്നുപോയി. ചിറക് മറന്നുപോയവരാണ് നമ്മളെപ്പോലുള്ള പാവങ്ങൾ. പറക്കുകയാണെങ്കിൽ ഒരു പരിധി കഴിഞ്ഞ് പറന്നാൽ നമുക്ക് തന്നെ നാണം വരും എന്നുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് ആകാശം വരെ പറന്നു പോകാനും ഏതൊരുത്തിൻ്റെ മുമ്പിലും ഔപചാരിക ബിരുദങ്ങളുടെയും കുടുംബമഹിമയുടെയും നിറത്തിൻ്റെയും ഒക്കെ മുൻഗണനയിൽ വിലസുന്നവരുടെ മുമ്പിൽ അവരെക്കാൾ മിടുക്കനാകാൻ അനുഭവങ്ങളുടെ കരുത്ത് മാത്രം മതിയെന്ന് നമ്മൾ ധ്യാനിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ പേരാണ് കലാഭവൻമണി. ഞാൻ അദ്ദേഹത്തിനെ അന്ന് ഒരു കവിത വായിച്ച് കേൾപ്പിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത്. കാലം എന്തോ കരുതി വച്ചിട്ടുണ്ട്, കാത്തിരിക്കുവാൻ ചൊല്ലുന്നു മാനസം, കണ്ണുനീരിനും മധുരമുണ്ടായിടും കാറ്റു ചൊല്ലുന്നു കാതോരം ജീവിതം. ഏതൊരു കലാകാരൻ്റെയും ആദ്യത്തെ അവസ്ഥയാണ് കണ്ണുനീരിന് ഉപ്പാണ്. പിന്നീട് അത് മധുരമാകാൻ മണിയെപ്പോലെ സ്വപ്നം കാണണം, കഷ്ടപ്പെടണം, ഭാഗ്യം പൂയിടണം, തിരിച്ച് സ്നേഹം കൊടുക്കണം. കാലം എന്തോ കരുതി വച്ചിട്ടുണ്ട്, കാത്തിരിക്കുവാൻ ചൊല്ലുന്നു മനസ്സ്, കണ്ണുനീരിനും മധുരമുണ്ടായിടും കാറ്റു ചൊല്ലുന്നു കാതോരം ഈ വിധം. ആട്ടിയോടിച്ചവർക്കകം തന്നിട്ട് നിന്നെ ആട്ടുതൊട്ടിൽ കൊണ്ട് ഇരുത്തിടും, കൂട്ടുകാരാ ക്ഷമിക്കേ നോതി നിൻ പാട്ടുമൂളി പലവൊരു വാഴ്ത്തിടും. പങ്കുവച്ചൊരു ആശയമൊക്കെയും ഭ്രാന്തമെന്ന് പറഞ്ഞ് നടപ്പവർ. ആദ്യം മണി പറഞ്ഞപ്പോൾ ഇതൊക്കെ ഭ്രാന്താണോ, വല്ല മണിയില്ലെന്ന് ചോദിച്ചവർ. പങ്കുവച്ച ആശയമൊക്കെ ഭ്രാന്തമാണെന്ന് പറഞ്ഞ് നടന്നവർ. വാക്കുകൾ പൂക്കളെന്നുരച്ചിടുവാൻ നിന്റെ വാതിലിൽ വന്ന് നിൽക്കുന്ന നാൾ വരും. ഇതൊക്കെ സംഭവിച്ചു. കാലം എന്തോ കരുതി വച്ചിട്ടുണ്ട്, കാത്തിരിക്കുവാൻ ചൊല്ലുന്നു മനസ്സ്, കാത്തിരിക്കുമ്പോൾ ഓർത്തിരുന്നിടുവാൻ ഇത്രയും കൂടി ചൊല്ലുന്നു മനസ്സ്. ഒരു കാര്യം കൂടിയുണ്ട്, നൊമ്പരങ്ങളെ നൽകിയവർക്കൊക്കെയും നന്മയുള്ള ഹൃദയം കൊടുക്കുക. അല്ലൽ എന്നും അലങ്കാരമല്ലയോ, നല്ല വിജയത്തിന് ആധാരമല്ലയോ. അനുഭവിക്കുന്ന സങ്കടങ്ങളൊക്കെ ഭാഗ്യമാണ്. ഏത് ഇൻസ്ട്രുമെന്റും നൊമ്പരും പെട്ടിട്ട് മാത്രമാണ് കരയുന്നത്. വീണയെ ഞെക്കിപ്പിഴിഞ്ഞും മാന്തിയുമൊക്കെയാണ് വീണ കരം. ഒരു മുളന്തണ്ടിനെ ഒരുപാട് നോവുകളും മുറിവുകളും ഉണ്ടായിട്ടാണ് അത് ഊടുന്നത്, അതിന് ശബ്ദം ഉണ്ടാകുന്നത്. ഒരു ഗിത്താറായാലും തബലയായാലും ചെണ്ടയായാലും എല്ലാം നൊമ്പരപ്പെട്ട് നോവ് തിന്നുന്ന കരളിനെ നിത്യം മധുരമായി ആർദ്രമായി പാടുവാനാവും എന്നാണ്. അപ്പം അങ്ങനെ നൊമ്പരങ്ങൾ അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടിയതുകൊണ്ട് മണി പറയുന്ന ഓരോ തമാശയിലും സങ്കടങ്ങൾ ഉണ്ടായിരുന്നു. ആ സങ്കടങ്ങളിൽ തമാശയുണ്ടായിരുന്നു. വലിയ ഭാഗ്യമാണ്. 100 തമാശ പറഞ്ഞാലും ചിരിക്കാതിരുന്നാലും BMW കാർ ഒരാൾ ഓഫർ ചെയ്യും. 100 തമാശ പറഞ്ഞാലും ചിരിക്കരുത്. ചിലവർ 2 തമാശ പറയുമ്പോഴേ ചിരിക്കാൻ തുടങ്ങി. കാര്യം നമ്മളൊക്കെ പാവങ്ങളല്ലേ. ഒരാൾ 98 തമാശ 99 തമാശ പറഞ്ഞിട്ടും ചിരിച്ചില്ല. അയാൾക്ക് ഈ കാറ് കൊടുക്കാൻ തീരുമാനിച്ചു. കാറിൻ്റെ മൂടിയൊക്കെ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് 100ാമത്തെ തമാശ പറയുന്നതിന് മുമ്പേ അയാൾ പൊട്ടിത്തിരിക്കാൻ തുടങ്ങി. കാറ് പോയി. എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, 2ാമത്തെ തമാശ ഇപ്പോഴാണ് കത്തിയത്. 2ാമത്തെ തമാശ, ആദ്യം പറഞ്ഞ തമാശ ഇപ്പോഴാണ് കത്തിയത്. പലരുടെയും തമാശ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാലും കത്താത്ത സ്ഥിതിക്കും മണി പറയുന്ന തമാശ പറഞ്ഞു തുടങ്ങുമ്പോഴേ നമുക്ക് ബോധ്യപ്പെടുന്നത് അദ്ദേഹം നമ്മളിൽ ഒരുവനായതുകൊണ്ടാണ്. അത് വലിയൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം
മറ്റൊരു കലാകാരനുമില്ല. ഒരുപാട് പേർക്ക് അസൂയയും കുശുമ്പും ഉണ്ടായത് ഇത്രയേറെയൊക്കെ മിടുക്കനായിട്ടും മണിയോളം എന്താണ് ജനകീയനാകാത്തത് എന്ന സൂത്രവാക്യം പിടികിട്ടാത്തത് കൊണ്ടാണ്. അങ്ങനെ പിടികിട്ടിയ 2 പേർ ഇവിടെ ഇരിപ്പുണ്ട്. അവർക്കാണ് ഇന്ന് ആദരവ്. മണിയുടെ ആത്മാവ് സത്യമാണെങ്കിൽ, അദ്ദേഹം ഉടലില്ലാതെ ഇവിടെ എവിടെയോ ഉണ്ടെങ്കിൽ, ഏറ്റവും സന്തോഷിക്കുന്നത് ശ്രീ പന്തളം ബാലന് ഈ പുരസ്കാരം നൽകിയപ്പോഴാണ്. തിരസ്കരിക്കപ്പെട്ട് മാറ്റി നിർത്തിയ ഒരുത്തനെ ചേർത്ത് പിടിക്കലാണ് മണിയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ധന്യത. ആ ധന്യത ഒരിക്കൽ കൂടി അടയാളപ്പെട്ടിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട പന്തളം ബാലനെ ഇവിടെ ആദരിക്കുന്നത്. ഒരുപാട് സിനിമകളിലൊന്നും പാടിയില്ലെങ്കിലും മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ചലച്ചിത്ര പിന്നണിഗായകരെക്കാൾ ജനകീയനാണ് പന്തളം ബാലൻ. ഒരു ചെറിയ കാര്യമൊന്നുമല്ല. അദ്ദേഹം എവിടെ കൂടുന്നു അവിടെ ആൾക്കാർ ഇങ്ങനെ തിങ്ങി നിറയുകയും ആരാധനയോടെ ആ പാട്ട് കേൾക്കാൻ കാത്തിരിക്കുകയും ചെയ്യും. ആ